നമസ്കാരം പ്രിയപ്പെട്ടവരെ. കൂടും കുടുക്കയൊക്കെ പൊട്ടിച്ച് ഇറങ്ങിയിരിക്കുകയാണല്ലോ നമ്മൾ. ആണിയടിച്ച് ആലിൽ തറച്ച യക്ഷിയും പിന്നെ മറുത, മാടൻ, തണ്ടൻ, പൊട്ടി, ഒടിയൻ തുടങ്ങിയ സകല ക്ഷുദ്രമാരണങ്ങളും കാലക്കേട് വരുമ്പോൾ മാനക്കേടും നാണക്കേടും കലമുടച്ച് പടി കടന്നു വരും എന്നാണ് പഴഞ്ചൊല്ല്. കുടഞ്ഞൊഴിയാൻ ശ്രമിച്ചാലും കൂടൊഴിയാതെ കൂടെ ഉണ്ടാവും കാലനായി കാലക്കേട് നമുക്കൊപ്പം. ഏതോ ഒരു മാടൻ അല്ലെങ്കിൽ ഒരു ഒടിയൻ അല്ലെങ്കിൽ കെ സുധാകരൻ നടു തളർന്ന് നാട് നീങ്ങാൻ ഏതോ കോൺഗ്രസ് നേതാവ് അസുരമന്ത്രം ചൊല്ലി കുഴിച്ചിട്ട കൂടോത്രം മന്ത്രം പിഴച്ച് വഴിതെറ്റി AKG ഭവനിൽ വന്ന് വീട് കാണും. അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു കാലക്കേട്? കാര്യം കയ്യിലിരിപ്പ് കൊണ്ടാണെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ 100 എന്ന പോലെ ഇതാ പുതിയതുമെത്തി നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. മാസപ്പടിയും വീണയുടെ രണ്ടാം ഭർത്താവ് റിയാസിന്റെ ഒക്കെ ചങ്ങാതി പലരിൽ നിന്നും കോടിയോടടുത്ത് നിൽക്കുന്ന ലക്ഷങ്ങൾ വാങ്ങിയിരിക്കുന്നു എന്ന്. നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിന് ദൈവവിശ്വാസം ഉണ്ടോ എന്ന് ഒന്നും എനിക്കറിയില്ല. സ്വന്തമായി വിശ്വാസം ഇല്ലെങ്കിലും ദൈവമുണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ പിണറായി ഭൂമിയിൽ അവതരിച്ച ദൈവമാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോവിന്ദൻ വിശ്വസിക്കുന്നില്ലെങ്കിലും ഭാര്യ വിശ്വസിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞാലും മതിയാവും ഗോവിന്ദന്റെ സമയം ഒന്ന് നോക്കാൻ കേട്ടോ. കാരണം ഇൻഹരിയർ എന്ന് പറയുന്ന സിനിമയുണ്ട്. അതിനകത്ത് ഒരു കഥാപാത്രം പറയുന്ന പോലെ ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ബെസ്റ്റ് ടൈമാണിടേ, കാലിൽ കെട്ടിത്തൂങ്ങി ഇങ്ങനെ തലകീഴായി കിടക്കുകയല്ലേ. ഞാൻ ഈ പറയാൻ പോണ ആള് നമ്മുടെ മന്ത്രി റിയാസിന്റെ ഇടം കൈയാണ് കേട്ടോ. അദ്ദേഹം ഭാര്യ വീണയുടെ കൂടെ കഴിയുന്നതിലും കൂടുതൽ സമയം റിയാസ് ഇദ്ദേഹത്തിന്റെ കൂടെയാണ് കഴിയുന്നത്. പാർട്ടിയുടെ എണ്ണം പറഞ്ഞ യുവ നേതാക്കളിൽ ഒരാൾ എന്ന് വെച്ചാൽ മന്ത്രി റിയാസ് അടുത്ത മുഖ്യമന്ത്രി ആവുമ്പോൾ ഒരു വകുപ്പില്ലാ മന്ത്രി ആയെങ്കിലും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളയാൾ. ആ ആൾ തൻ്റെ അദ്ദേഹത്തിന്റെ ബന്ധുവായ സഖിയിൽ നിന്നും 22 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു. ന്യായീകരണ തൊഴിലാളികൾ പിരിഞ്ഞു പോവാനാണ് സാധ്യത. എന്തെല്ലാം ഇവർ ന്യായീകരിക്കണം. ഭാര്യമാർ അസിസ്റ്റന്റ് പ്രൊഫസർമാരാകുന്നത്, അനിയത്തിമാർ സഹകരണ ബാങ്കിൽ ജോലി നേടുന്നത്, കാമുകിമാർ ഗ്ലോബൽ മീറ്റുകളിൽ അതിഥിയായി എത്തുന്നത്, പിന്നെ പതിവുള്ള കഥകളി, കുച്ചിപ്പിടി, മോഹിനിയാട്ടം, നാടൻ നൃത്തം, പിന്നെ തുണി അഴിച്ചിട്ടുള്ള നൃത്തം, ഇതെല്ലാം ന്യായീകരണമാണ്. അതിൻ്റെ കൂടെ ഇനി മന്ത്രിയുടെ പെട്ടി പിടിക്കുന്നവന്റെ കൂടി ന്യായീകരണം ഉണ്ടല്ലോ. എൻ്റെ ഭൂതമേ, അനിൽകുമാറും ഹസ്കറും റെജി ലുക്കാസും പ്രിജിയും രാജിവെച്ച് രാഹുലിന്റെ കൂടെ പട്ടായിക്ക് പോവാനാണ് സാധ്യത. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് പ്രമോദ് കോട്ടുളിയെ കുറിച്ചാണ്. പേര് മറക്കണ്ട, പ്രമോദ് കോട്ടുളി. പ്രമോദ് കോട്ടുളി എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേൾക്കുന്നതിലും വലിയ പുള്ളിയാണ്. പുള്ളിയല്ല, യുവ സിംഹം. റിയാസിന്റെ മനസാക്ഷി മാത്രമല്ല, റിയാസ് മനസ്സിൽ താഴിട്ട് പൂട്ടി സൂക്ഷിച്ചിട്ടുള്ള പലതിൻ്റെയും സൂക്ഷിപ്പുകാരൻ. അങ്ങനെ അടക്കി ഒതുക്കി സൂക്ഷിച്ചിട്ടുള്ള പലതിലും പതിരായും കതിരായും പലതുമുണ്ടെന്ന് പലരും അടക്കം പറയുന്നു. കോട്ടുളി ഒരു പാർട്ടി അനുഭാവി കൂടിയായ ഒരു ബന്ധുവിൽ നിന്ന് ഭാര്യയെ PSC അംഗമാക്കാം എന്ന് പറഞ്ഞ് 60 ലക്ഷം രൂപ ചോദിക്കുന്നു. റിയാസിന്റെ മുഖമോർത്താവണം ബന്ധു 22 ലക്ഷം അപ്പോൾ തന്നെ കൊടുക്കുന്നു. ബാക്കി കടം പറയുന്നു. മാസം പലതും കഴിഞ്ഞു, കൊടുത്ത 22 പോയതല്ലാതെ പറഞ്ഞ് PSC കിട്ടിയില്ല. കാശ് കൊടുത്ത സഖാവ് കാശ് വാങ്ങിയ സഖാവിനെ ഒറ്റി പാർട്ടിയിൽ പരാതി പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞ് മാസം 2 ഇപ്പോഴാണ് ജനം അറിയുന്നത്. കേട്ടപാടെ റിയാസ് മന്ത്രി പറഞ്ഞു, അനക്കറിയില്ല. മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു. കാര്യം ശരിയാണ്, ഗോവിന്ദനൊന്നും പറഞ്ഞു കേട്ടില്ല. ഒരുപക്ഷെ പാർട്ടിയിൽ സംഘപരിവാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. റിയാസിന്റെ പേരിൽ മാത്രമല്ല, ഇളമരത്തിന്റെ പേരിലും ആര്യമോളുടെ ഭർത്താവ് സച്ചിന്റെ പേരിലും കോട്ടുളി പണം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കോട്ടുളി റിയാസിന്റെ പെട്ടി മാത്രമല്ല, വ്യവസായ മന്ത്രി രാജീവിന്റെയും പെട്ടി പൊക്കി നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 100 രൂപ മുടക്കി വഴിവെക്കൽ ഒരാൾ കപ്പലണ്ടി കച്ചവടം തുടങ്ങിയാൽ അത് സർക്കാരിന്റെ പുതിയ വ്യവസായ നയങ്ങളുടെ വിജയം എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ 150 കോടിയുടെ പരസ്യം ചെയ്യുന്ന ആളാണ് ടിയാൻ. എറണാകുളത്തുകാരനായ നമ്മുടെ രാജീവ്. കേരളത്തിൽ ആകെ 21 PSC അംഗങ്ങളുണ്ട്. സംഭവം നമ്മളൊരു കൊച്ചു സംസ്ഥാനമാണെങ്കിലും ആരും നമ്മളെ അങ്ങനെ കൊച്ചാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ചെയർമാൻ അടക്കം 8 പേർ മാത്രമേ ഉള്ളൂ ഈ സെയിം സ്ഥലത്ത്. PSC അംഗങ്ങളുടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന കോട്ടുളി ഒരു കച്ചവടം കണ്ടു. അതായത് എന്ന് വെച്ചാൽ രാജീവ് കണ്ട സ്വപ്നം റിയാസ് മന്ത്രിയുടെ ഒക്കെ ചങ്ങാതി നടപ്പിൽ വരുത്തുന്നു. ആകെ PSC അംഗങ്ങൾ 21. ഒരാൾക്ക് 60 ലക്ഷം വെച്ച് കൂട്ടിയാൽ 1 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാം. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ കേരള പ്രഭ പുരസ്കാരം കോട്ടുളിക്ക് തന്നെ കൊടുക്കണം. ഇങ്ങനെയല്ലേ പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമുക്ക് എന്തായാലും ആന്തൂർ സാജൻ മാത്രം പോരല്ലോ.
എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു വികസന വിരോധി ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു കുലംകുത്തി ആയതുകൊണ്ടാവാം, അതുമല്ലെങ്കിൽ കൃത്യമായി നികുതി കൊടുക്കുന്ന, നിയമം അനുസരിച്ച് ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ കഴുത എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽ പെടുന്നതുകൊണ്ടാവാം ഒരു സംശയം. എന്തുകൊണ്ടാവും ഒരാൾ PSC അംഗമാവാൻ 60 ലക്ഷം കൊടുക്കുന്നത്? കഥയിൽ പറയുന്ന പട്ടര് മാത്രമല്ല, കാര്യവിവരമുള്ള സഖാക്കളും വെറുതെ പുഴയിൽ ചാടില്ലല്ലോ. മാസം തോറും കിട്ടുന്ന ലക്ഷങ്ങൾ യാത്രാബത്ത, മുള്ളുന്നതിനും പെടുക്കുന്നതിനും ബത്ത, നേരം പോക്കിന് വേറെ ബത്ത, കൂടെ കൂടുന്ന കൂട്ടാളിക്ക് ഉടുക്കാനും ഉറങ്ങാനും താള് തേച്ച് കുളിക്കാനും പിന്നെയും ബത്ത. ഇത് മാത്രമല്ലല്ലോ, ആവില്ലല്ലോ, 60 ലക്ഷം തികയില്ലല്ലോ. 60 ലക്ഷം കൊടുക്കുന്നവന് ഇതെല്ലാം ഒരു പെഗിന്റെ കൂടെ വെറുതെ കിട്ടുന്ന ടച്ചിങ് മാത്രമാണ്. 60 ലക്ഷം കൊടുക്കുന്നവന് അത് 600 കോടിയായി തിരിച്ചു പിടിക്കാൻ അറിയാം. അപ്പോൾ PSC ചോദ്യപേപ്പറുകൾ ചോരും. PSC ഉത്തരം എഴുതേണ്ട പേപ്പറുകൾ സഖാക്കളുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടും. അതും പോരാഞ്ഞ് നാട്ടിലെ അബ്കാരി വരെ അടുത്ത PSC മെമ്പറായിട്ട് അരിയിട്ട് വാഴും. കാരണം 60 ലക്ഷത്തിൽ കുറേയേറെ പൂജ്യമുണ്ട് സാറന്മാരെ. ഞാനും നിങ്ങളും എഴുതിയാൽ തെറ്റും. കൂട്ടലും കിഴിക്കലും തിരുത്തലും ഇനിയും നടത്താം. ചോദിക്കാൻ ഇനിയും ഉണ്ടല്ലോ ഒരുപാട് ചോദ്യങ്ങൾ. അതിലൊരു ചോദ്യമാണ്, കോട്ടൂർ കോഴ പുറത്ത് വന്നപ്പോഴേ മുഖ്യനും കൂട്ടനും പതിവ് പല്ലവി പാടി തുടങ്ങി. അതെ, പാർട്ടി അന്വേഷിക്കും, കുറ്റക്കാരെ ശിക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, നാട്ടുകാർ പറയുന്നുണ്ട് ഞാൻ നന്നാവാൻ, വീട്ടുകാർ പറയുന്നുണ്ട് നന്നാവാൻ, ഞാനൊന്ന് മാറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവന്മാർ ഇതിനൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് പറയുകയാണ്, പാർട്ടി അന്വേഷിക്കും. അതങ്ങ് പൂഞ്ഞാറ്റിച്ചെന്ന് പറഞ്ഞാൽ മതി. പാർട്ടി അന്വേഷണം എന്ന് ഉമ്മാക്കി ഇനി വേണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. വേറൊന്നും കൊണ്ടല്ല സഖാക്കളെ. കക്കുന്നവനും മോഷ്ടിക്കുന്നവനും പിടിച്ചു പറിക്കുന്നവനും പെണ്ണിനെ പീഡിപ്പിക്കുന്നവനും കള്ളനോട്ടടിക്കുന്നവനും കഞ്ചാവ് വലിക്കുന്നവനും കൈക്കൂലി വാങ്ങുന്നവനും കൈക്കൂലി കൊടുക്കുന്നവനും അഭയം തേടി ഓടിക്കയറേണ്ട സ്ഥലമല്ല പാർട്ടി ഓഫീസ്. പ്രതീക്ഷ ഇപ്പോഴും ബാക്കിയുണ്ട് സഖാക്കളെ. ഓടാനും ഒളിക്കാനും ഒട്ടകപ്പക്ഷിയെ പോലെ തല താഴ്ത്താനും വേണ്ടേ ഇച്ചിരി മണ്ടെങ്കിലും. അതുകൊണ്ട് പറയുകയാണ്, ലാൽ സലാം സഖാക്കളെ.